നമസ്കാരം. ഇന്നത്തെ വാർത്തകളിലൂടെ ഫെബ്രുവരി 20 ഒന്നാമത്തെ പേജിൽ തന്നെ മദ്യ പ്ലാന്റ് മുന്നോട്ട്. അപ്പോൾ കേരളത്തിൽ മദ്യം ഒഴുകും എന്നുള്ളതാണ് ഒരു കാർട്ടൂൺ രൂപത്തിലുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. CPIയും RJDയും എതിർത്തത് വെറുതെയാണ് എന്നുള്ളതാണ് നാടിന് ആവശ്യമെന്ന് മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി. അപ്പം മദ്യം നാടിന് ആവശ്യമാണെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. മദ്യ പ്ലാന്റുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. വലതു ഭാഗത്തായി PSC അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടി മന്ത്രിസഭ. വർധന 1.6 ലക്ഷം. ആശാവർക്കർമാർക്ക് തുച്ഛമായ വേതന വർധന അനുവദിക്കാത്തതും ഇതേ സർക്കാർ. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് CPI സർവീസ് സംഘടന. അപ്പോൾ PSC അംഗങ്ങളുടെ ശമ്പളം വർധന കൂട്ടിയിട്ട് ഇവരുടെ ഓണറേറിയം, ആശാവർക്കർമാരുടെ തുച്ഛമായ വേതനത്തിൻ്റെ ഓണറേറിയം കൂട്ടാനോ അവരുടെ വേതന കുടിശ്ശിക കൊടുക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പോൾ ഇരട്ടത്താപ്പ്. PSC അംഗം എന്നാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. യോഗ്യത പ്രത്യേകിച്ച് പറയുന്നില്ല. രാഷ്ട്രീയ പരിഗണനയാണ് നിയമനം മാനദണ്ഡം. ആനുകൂല്യങ്ങൾ ശമ്പളം, പെൻഷൻ, 1-ാം ക്ലാസ് യാത്രാപ്പടി, PA, സഫേദാർ, ഡ്രൈവർ, ആശ്രിതർക്കടക്കം ചികിത്സയ്ക്ക് പണം, ചെയർമാന് കാറും വീടും. കൊള്ളാം. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, എന്നിട്ട് ഏതെങ്കിലും ഒരു PSC മെമ്പറൊക്കെ ആവാനായിട്ട് ശ്രമിക്കുക. 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദം നേടിയ ഒരാളാണ് ഞാൻ. എന്നിട്ടും വക്കീൽ പണി ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ സ്ഥിരമായ ഒരു വരുമാനം നമുക്കൊന്നും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ കയറണം. ഗവൺമെൻറ് സർവീസിൽ കയറണമെന്നുണ്ടെങ്കിൽ PSCയിലൊക്കെ കയറിയാൽ മതി. നല്ല ശമ്പളമാണ്. ഒരു കാര്യമില്ല. 6 വർഷം ജോലി ചെയ്താലും മതി. ആശങ്കയില്ലാതെ പരീക്ഷ എഴുതാം എന്നുള്ള ഫോൺ പരിപാടിയുണ്ട്. കളക്ടർ അകത്തെ പേജിലുണ്ട്. ഞാൻ വായിക്കാം. തീരുവ ഇന്ത്യക്ക് ഇളവില്ലെന്ന് ട്രംപ്. അപ്പോൾ ഇറക്കുമതി തീരുവ ഇന്ത്യക്ക് യാതൊരു തരം ഇളവും കൊടുക്കില്ലെന്ന് ട്രംപ് പറഞ്ഞ ഒരു വാർത്തയാണിത്. മാർപ്പാപ്പയുടെ നിലയിൽ നേരിയ പുരോഗതി. മാർപ്പാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ളതാണ്. സൗഖ്യത്തിനായി പ്രാർത്ഥനയോട് ലോകം. ഡൽഹി ഭരിക്കാൻ രേഖ ഗുപ്ത. അപ്പം ഷീല ദീക്ഷിതിന് ശേഷം ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്ന ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. പർവേഷ് ശർമ്മ ഉപമുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ഇന്ന്. രണ്ടാമത്തെ പ്രാദേശിക പേജാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി ക്രമക്കേട് നടത്തി ജീവനക്കാർ. ഡ്യൂട്ടി ബുക്കിൽ വ്യാജ ഒപ്പ്. ഇന്നലെ തന്നെ നമ്മൾ കൂട്ടിരിപ്പുകാരുടെ റെസിപ്റ്റിൻ്റെ ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഡ്യൂട്ടി ബുക്കിൽ വ്യാജ ഒപ്പിട്ടേക്കുന്ന ആ ക്രമക്കേട് നടത്തി ജീവനക്കാർ അത് കണ്ടെത്തി എന്നുള്ളതാണ് പറയുന്നത്. വിഴിഞ്ഞ ഹാർബർ റോഡ് കായലോരത്ത് മാലിന്യം തള്ളി കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. കോർപ്പറേഷൻ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. തുറമുഖത്ത് അടിയന്തര വൈദ്യസഹായ സന്ദേശം. തുറമുഖത്ത് കപ്പലിലെ ജീവനക്കാരന് സുഖമില്ല അല്ലെങ്കിൽ ആഴത്തിൽ മുറിവേറ്റു എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം തുറമുഖത്ത് കിട്ടിയപ്പോൾ ഡഗ്ധ്വനി കടലിലേക്ക് കുതിച്ചു. അവിടെ പെട്ടെന്ന് തന്നെ ജീവനക്കാരന് വൈദ്യസഹായം എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു വാർത്തയാണ്. ആറ്റുകാൽ പൊങ്കാല നാടൊരുങ്ങുന്നു. മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാലയാണ്. അതിന് നാടും തിരുവനന്തപുരം നാട് ഒരുങ്ങുന്നു. നാടും വകുപ്പുകളുമെല്ലാം നേതൃത്വത്തിലുള്ളൊരു അവലോകന യോഗം ചേർന്നതിനെക്കുറിച്ചുള്ളൊരു വാർത്തയാണ്. ഈഞ്ചക്കൽ മേൽപ്പാലം നിർമ്മാണം ഇഴയുന്നു. അപ്പോൾ ഈഞ്ചക്കൽ മേൽപ്പാലത്തിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പോഴും നിർമ്മാണം ഇഴഞ്ഞു നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വാർത്തയാണ്. ശിവരാത്രി ഉത്സവം. ഔദ്യോഗിക വില്ലേജ് ഓഫീസ് ധർണ നടത്തി കോൺഗ്രസ്. സംസ്ഥാന ബജറ്റുകൾക്കെതിരെ. വെള്ളായണി കന്നുകാലി ചാലിൽ മാലിന്യം തള്ളിയവരെ പിടികൂടിയില്ല. ആരെറിഞ്ഞു കോഴിമാലിന്യം. അപ്പോൾ കോഴിമാലിന്യം തള്ളിയതിൻ്റെ ഒരു വാർത്തയാണ്. ഇതൊക്കെ കോർപ്പറേഷൻ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 3-ാമത്തെ പേജിൽ ന്യൂസ് പരസ്യമാണ്. 4-ാമത്തെ പ്രാദേശിക പേജാണ്. പ്രാദേശിക പേജിൽ അറിയിപ്പാണ്. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് അറിയിപ്പാണ്. പെൻഷൻ സാക്ഷ്യപത്രം നൽകണം. പെൻഷൻ 50 വയസ്സ് കഴിഞ്ഞ വിവാഹിതകൾക്കുള്ള പെൻഷൻ, അതുപോലെ തന്നെ പുനർവിവാഹം കഴിക്കാത്തവരാണ് എന്നുള്ള വിധവാ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവർ വിവാഹം വീണ്ടും കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കണം എന്നുള്ളതാണ് അറിയിപ്പ് തന്നിരിക്കുന്നത്. എൻ്റെ ക്യാമറ കറക്റ്റാണ്. ഗതാഗത നിയന്ത്രണമുണ്ടാവും. മെഡിക്കൽ കോളേജ് ചാലക്കുടി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ 23-നും 24-നും ഈ റോഡിൽ പൂർണ്ണമായി ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. പറഞ്ഞ ദിവസങ്ങളിൽ അതുവഴി യാത്ര പോകുന്നവർ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം വേറെ വഴി മാറിപ്പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അദാലത്ത് ക്യാമ്പ് നടത്തുന്നത് കേരള
ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അദാലത്ത് നടത്തുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ, അറിയിപ്പുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒഴിവുണ്ട് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ, UAE ബസ് ഡ്രൈവർ, അഭിമുഖം 22 എന്നുള്ള താഴെയുള്ള ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഈ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ആം ആദ്മിയെ തോൽപ്പിച്ചത് കോൺഗ്രസ്, പിണറായി പറയുകയാണ്. ഡൽഹിയിൽ കോൺഗ്രസിന് കിട്ടിയത് വലിയ പൂജ്യമെന്ന് മുഖ്യമന്ത്രി. ഇപ്പോൾ തിരുവനന്തപുരത്ത് SFIയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കേരളത്തിൽ SFI ഒരാളെയും അപായപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി. അത് മുഖ്യമന്ത്രി അങ്ങനെ പറയേണ്ട. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല. ഓക്കെ, SFI സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമം. വേദിക്ക് മുന്നിലെത്തിയാൽ മെഡിക്കൽ കോളേജിൽ DYFI കൊടുക്കുന്ന പൊതിച്ചോറിൻ്റെ എണ്ണം കൂട്ടുന്ന കാര്യം കൂടി പ്രസംഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായിട്ടാണ് വാർത്ത. ഇപ്പോൾ ഇതൊരു വലിയ വാർത്തയായിട്ട് കൊടുത്തിരിക്കുകയാണ്. LDF യോഗം MN സ്മാരകത്തിൽ. അപ്പോൾ CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ MN സ്മാരകത്തിലാണ് LDF യോഗം നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് കേട്ടോ. 2.7 ലക്ഷം ചതുരശ്രടിയിൽ ശ്രീചിത്രയ്ക്ക് പുതിയ മന്ദിരം ഇന്ന് ഉദ്ഘാടനമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. പേ വാർഡ് സൗകര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് രോഗികൾക്കെല്ലാം ഇനി ആശ്വസിക്കാം. ഉമേഷ് മികച്ച കളക്ടർ, തൃശ്ശൂർ മികച്ച കളക്ടറേറ്റ്. അപ്പോൾ ആ ഒരു പുരസ്കാരം കിട്ടിയതാണ്. ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കണമെന്ന് BJP പറഞ്ഞതിനെക്കുറിച്ചാണ്. സീനിയർ സിറ്റിസൺ സർവീസ് സൊസൈറ്റി ഉദ്ഘാടനം ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്ത പ്രാദേശികം 5-ാമത്തെ പേജിൽ ശാർക്കര ദേവീക്ഷേത്രത്തിൽ കാളിയൂട്ടിന് ഇന്ന് തുടക്കം. പരീക്ഷയെ കൃത്യമായി നേരിടാം തയ്യാറെടുപ്പുകളോടെ നമ്മുടെ സബ് കളക്ടർ OV ആൽഫ്രഡിൻ്റെ ഒരു കൂൾ ഓഫ് ടൈമാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് 6 മുതൽ 7 വരെ കുട്ടികൾക്ക് സംസാരിക്കാം. 0471233465 0471233465 വിളിച്ചാൽ മതി. OV ആൽഫ്രഡ് എന്നോട് സംസാരിക്കാം സബ് കളക്ടർ. കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലെ റാഗിങ് 7 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. ആ ഒരു വാർത്തയാണ് ഇവിടെ. സമരം തുടർന്ന ആശ. ഇന്ന് മഹാസംഘം. ആശ വർക്കർമാരുടെ സമരം കണ്ടിന്യൂ ചെയ്യും. അവർ സമരം നിർത്തുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അവർ സമരം നിർത്തുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയി. 48 മണിക്കൂറിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നുള്ള നോട്ടീസൊക്കെ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. കലാപാഹ്വാനമാണ് അവർക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന കേസ്. ഫോൺ കുടിശ്ശിക 29,000 രൂപ. 3 മാസമായി കൺട്രോൾമെൻറ്റ് പോലീസിൻ്റെ നമ്പർ നിലവിലില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിലും ബില്ല് അടയ്ക്കുന്നില്ല. ഫോണ് കട്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ്. തണ്ണീർത്തട അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം. ആ വാർത്തയാണ്. എന്താണ്? വെള്ളായണിക്കായലിൻ്റെ അതിർത്തി നിർണ്ണയം ഉടൻ പൂർത്തിയാക്കണം. തണ്ണീർത്തട അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിൻ്റെ ഒരു വാർത്തയാണ്. പരിസരത്ത് കെട്ടിട നിർമ്മാണ പെർമിറ്റൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അതെല്ലാം തീർപ്പാക്കണമെങ്കിൽ ഈ ഒരു സംഭവം കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ നടക്കൂ. നമ്മൾ വർത്തമാന പേജിൽ ലെഫ്റ്റിൽ ഇന്നലെ ഒരു മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ രക്ഷിക്കുന്ന ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയും ഏഴാമുറ്റം ഗണപതി എന്നിവരുള്ള കാട്ടാനയും ഒരുമിച്ച് ചാലക്കുടി പുഴയിൽ ഇപ്പം മയക്കുകൂടി വെച്ച് കാട്ടാനയെ ആനസങ്കേതത്തിലെത്തിച്ചു. കോടനാട് ആനസങ്കേതത്തിലെത്തിച്ച ഒരു വാർത്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പറന്നു ചെന്ന് DYFI ഒഴിഞ്ഞു മാറി തരൂർ. സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ ഡൽഹിയിലെ വസതിയിലെത്തി DYFI തരൂരിനെ ക്ഷണിച്ച ഒരു വാർത്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യമായി സർക്കാരുമായി ഭിന്ന നിലപാട്, ഗവർണർ ഇടപെട്ടു, സർക്കുലർ തിരുത്തി. UGC ചട്ടങ്ങൾക്കെതിരെയുള്ള കൺവെൻഷൻ എന്നത്. അപ്പം UGC കരട് ചട്ടത്തിനെതിരെ നടത്തുന്ന ദേശീയ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സർവകലാശാല വൈസ് ചാൻസലർമാരോടും ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ട് അയച്ച സർക്കുലർ ഗവർണറുടെ ആവശ്യപ്രകാരം സർക്കാർ തിരുത്തി. UGC ചട്ടങ്ങൾക്കെതിരെയുള്ള കൺവെൻഷൻ എന്നത് UGC റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ സംബന്ധിച്ച് എന്നാക്കിയാണ് മാറ്റിയത്. ജംബോ PSC കേരളത്തിൽ മാത്രം. PSC അംഗങ്ങളുടെ വേതന വർധന ഇത്രയും കൂട്ടിയത് കേരളത്തിൽ മാത്രമാണ് എന്ന് പറയുകയാണ്. റാഗിംഗ് രഹസ്യമായി പരാതിപ്പെടാൻ പോർട്ടൽ നിരീക്ഷണത്തിന് സമിതി. അപ്പോൾ ക്രിമിനൽ സ്വഭാവമുള്ളവർ ഇനി എല്ലാവർക്കും പേടിയാണ് റാഗിങ്ങിനെതിരെ പ്രതികരിക്കാൻ. അപ്പോൾ റാഗിങ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് പരാതിപ്പെടാനുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോർട്ടൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പോർട്ടൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വാർത്തയാണ്. തമ്മിൽ തല്ലുന്നവർക്കിടയിൽ ഐക്യം വന്നതിൽ സന്തോഷം. തരൂർ പറയുന്നു. കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തമ്മിലടിയാണ്. താൻ മൂലം ഐക്യം വന്നതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുന്നു. മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കണം KCBC. പാതിവില തട്ടിപ്പ് 400 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി.
900-ലധികം കേസുകളാണുള്ളത്. ഇത് 8 കോടിയുടെ തിരുവനന്തപുരത്താണ്. ഇത് 400 കേസുകൾ ആണ്. 8 കോടിയുടെ ക്രമക്കേടാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ വാർത്തയാണ്. റൂട്ട് പെർമിറ്റിന് പണവും മദ്യവും കൈക്കൂലി RTO പിടിയിൽ. അത് കൊള്ളാം. അപ്പോൾ പെർമിറ്റിന് പണവും മദ്യവും കൈക്കൂലിയായിട്ട് RTO വാങ്ങിച്ചു എന്നുള്ളതാണ്. 2 ഏജൻറ്റുമാർ മുഖേനയാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഏജൻറ്റുമാരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം മന്ത്രിസഭാ തീരുമാനത്തെ എതിർത്ത് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ആശങ്ക അറിയിച്ച് ഭരണപക്ഷവും. സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും പരിശീലനം അടക്കമുള്ള വിഷയങ്ങൾ മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ. 2029 കോടിയുടെ കൈക്കൂലി ഇടപാട്. അദാനിക്ക് നോട്ടീസ് നൽകാൻ US ഇന്ത്യയുടെ സഹായം നേടി. യുദ്ധത്തിന് ഉത്തരവാദി ഉക്രൈൻ. ട്രംപ് പറയുന്നു. സെലൻസ്കിയായിട്ട് ട്രംപ് ഉടക്കി നിൽക്കുകയാണ്. ഉക്രൈനിൽ വിൽക്കാനില്ല എന്ന് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇവിടെ. ഗംഗയിൽ അമിത മാലിന്യം. ഹരിത ട്രൈബ്യൂണൽ വിശദീകരണം നേടി. എഡ്യൂക്കേഷൻ പേജിനകത്ത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ 1000 സ്കോളർഷിപ്പുകൾ. ഓൺലൈൻ അപേക്ഷ മാർച്ച് 15 വരെ ഓൺലൈൻ അപേക്ഷ കൊടുക്കാം. സ്കോളർഷിപ്പ്. അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാത്ത ആൾക്കാർ ആരൊക്കെയെന്ന് പറഞ്ഞാൽ നഴ്സിംഗ്, ലോ അടക്കം പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് അർഹതയില്ല. സോഴ്സറി കോഴ്സുകൾ 2024-25 2ാം 3ാം വർഷ വിദ്യാർത്ഥികളും PG 1ാം വർഷക്കാരും. കേരളത്തിന് പുറത്ത് പഠിക്കുന്നവർ IIT, NIT, ISER, കേന്ദ്ര സർവകലാശാല എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇത്രയും പേർക്ക് അർഹതയില്ല. ബാക്കിയുള്ള അർഹതയുള്ളവർ എത്രയും പെട്ടെന്ന് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ കൊടുക്കണം. മാർച്ച് 15 വരെയാണ് ഓൺലൈൻ അപേക്ഷ. വിദേശത്ത് MBBS നീറ്റ് UG യോഗ്യത NMC വ്യവസ്ഥ ശരിവെച്ചു സുപ്രീം കോടതി. അപ്പോൾ ഇനി വിദേശത്ത് MBBSന് നീറ്റ് യോഗ്യത വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും പഠിക്കണം. +2 കഴിഞ്ഞ് കുട്ടികൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തായാലും പഠിക്കാൻ MBBSന് പഠിക്കാൻ പറ്റൂ. ഓക്കെ. ഇവിടെ റൈറ്റ് സൈഡിൽ KMAT അഡ്മിറ്റ് കാർഡ് സൈറ്റിൽ കിട്ടുന്ന അത് നോക്കണം. അഡ്മിറ്റ് കാർഡ് KMATൻ്റെ അഡ്മിറ്റ് കാർഡ് വേണ്ട ഒരു സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക കേട്ടോ. www ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ ce.kerala.government.in. വരുന്നു അനൂപിൻ്റെ മോഹൻലാൽ പടം. റൈറ്റ് സൈഡിലായിട്ട് കൗതുക പോലുള്ള നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ന്യൂസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജീവൻ കാക്ക് റോണൻസ് നിയമം. റോണൻസ് എന്ന് പറയുന്ന ഒരു കുട്ടീനെ 2022 ജൂലൈയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലണ്ടനിലെ വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ വീടിന് സമീപം. അപ്പോൾ അതിൻ്റെ പേരിൽ കത്തി വിൽപ്പന നിയന്ത്രണ നിയമത്തിന് ഇന്ത്യൻ ബാലൻ്റെ പേര് എന്നുള്ളൊരു വാർത്തയാണ്. കുഞ്ഞിൻ്റെ പേര് മോൻ്റെ പേര് വെച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. GD നായിഡു മാധവൻ വീണ്ടും ശാസ്ത്രജ്ഞനാകും. ത്രിപുരേശ്വരി സുന്ദരി. ഇത് ഡക്സ് ആണ് കേട്ടോ. താറാവിൻ്റെ ഒരു വാർത്തയാണ്. അതാണ് ത്രിപുരേശ്വരി സുന്ദരി എന്നാണ്. ഡക്സിൻ്റെ 1000 താറാവുകളാണ്. ദുരന്ത പ്രതികരണ നിധി 5 സംസ്ഥാനങ്ങൾക്ക് 1555 കോടി. ഇല്ല, കേരളത്തിനില്ല. ഇനി പ്രതീക്ഷ PDNA അപേക്ഷയിൽ. അപ്പോൾ ദുരന്ത നിവാരണത്തിന് കേരളത്തിന് കാശ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് അപ്ലേറ്റ് ട്രൈബ്യൂണൽ ഹൈക്കോടതി പേര് നൽകിയിട്ടും അംഗത്തെ മാറ്റാതെ സർക്കാർ. ആ ഒരു വാർത്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ആശ തോമസ് KT അധ്യക്ഷ. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അധ്യക്ഷയായി റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥർ ഡോക്ടർ ആശ തോമസിനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച ഒരു ചെറിയ ന്യൂസ് ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. മദ്യനയം അന്തിമ തീരുമാനം മാറ്റി കൂടുതൽ ചർച്ചയും വ്യക്തതയും വേണമെന്ന് ഘടകകക്ഷികൾ. ആശാവർക്കർമാരുടെ സമരം നടപടികളുമായി സർക്കാർ. ഓണറേറിയം വെട്ടിക്കുറയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പിൻവലിച്ചു. ക്രെഡിറ്റ് CITയുവിന് നൽകാൻ മന്ത്രി. മുല്ലപ്പെരിയാർ പുതിയ മേൽനോട്ട സമിതി. തമിഴ്നാട് ചെയ്യുന്നതെന്നും കേരളത്തെ തകർക്കുന്നതാകുമെന്ന് അമിത പ്രചരണമെന്ന് സുപ്രീം കോടതി. പോക്സോ കേസിൽ ഡൽഹി ഹൈക്കോടതി പരസ്പര സമ്മതമുണ്ടെങ്കിൽ കൗമാരക്കാർക്കും ബന്ധമാകാം. ഇതൊരു വലിയ പ്രാധാന്യമുള്ള ന്യൂസാണ്. കാരണം എല്ലാം പോക്സോ ആണെന്നും പറഞ്ഞു 17-18 വയസ്സ് തികയാത്ത ഒരു ദിവസം ആയിട്ടില്ലാത്ത പോലും ആൾക്കാർ പോക്സോ കേസിലാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേസാക്കുന്നത്. ഒരു ക്രിമിനൽ ലോയർ എന്ന രീതിയിൽ എനിക്ക് ഇത് ഒരു പ്രാധാന്യമുള്ള ന്യൂസാണ്. കാരണം ഈ നമ്മളിനി ഭാവിയിലെ കേസൊക്കെ നോക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഡൽഹി ഹൈക്കോടതിയുടെ ഈ ഒരു കേസ് ഇത് ഒരു വിധി മെൻഷൻ ചെയ്ത് വേണമെങ്കിൽ പോക്സോ കേസിൽ കൊണ്ടുപോകാം. അപ്പോൾ പോക്സോ കേസ് പരസ്പര സമ്മതമുള്ള കൗമാരക്കാർക്കും പോക്സോ കേസ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോക്സോ എന്ന് പറഞ്ഞിട്ട് അവരെ അകത്തിടാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. 8ാമത്തെ കാഴ്ചപ്പാട് പ്രതീക്ഷ പകരുന്ന ഹസ്തദാനം എന്നുള്ള ഒരു ന്യൂസാണ്. ലോകത്ത് റോഡ് അപകട മരണം പ്രതിവർഷം 11.9 ലക്ഷം. പ്രതിവർഷം 11.9 ലക്ഷം റോഡ് അപകടങ്ങൾക്ക് മുഖ്യ കാരണം അമിത വേഗത തന്നെയാണെന്ന് ഞാൻ പറയും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. മന്ത്രി ഗണേശൻ പറഞ്ഞ പോലെ
കാൽനട യാത്രക്കാർ മാക്സിമം ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് റോഡ് മുറിച്ച് കടക്കാതിരിക്കുക. മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് റോഡ് മുറിച്ച് കടന്നതിന് ശേഷം മാത്രം സംസാരിക്കുക. അതും ഒരു അപകടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുക, മദ്യപിച്ച് വണ്ടി ഓടിക്കുക, റാഷ് ഡ്രൈവിംഗ്, കെയർലെസ്, ഫോണിൽ സംസാരിക്കുക, ഇതെല്ലാം മാറ്റി വെച്ചിന്. ഇപ്പം ഫോണിൽ സംസാരിച്ചാൽ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ബ്ലൂടൂത്തും അതും ഇതിപ്പോൾ യൂസ് ചെയ്തിട്ടാണ് ഫോണിൽ ടൂ വീലർ ഉപയോഗിക്കുന്ന ആൾക്കാർ പോലും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ടൂ വീലർ ഓടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കുക കേട്ടോ. ബ്ലൂവെറിയിൽ നുരയുന്നത്, ഇപ്പം മദ്യം ഒഴുകുന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ വാർത്തയാണ്. പാലക്കാട് ഏലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനുള്ള തീരുമാനത്തിൽ ഉറച്ച സർക്കാർ. പിന്നെ ഇവിടെ ഒരു സുജിത് നായറിൻ്റെ ഒരു നമ്മളെ കളിയാക്കുന്ന കണക്കുള്ള ഒരു ലേഖനമുണ്ട്. എല്ലാവരെയും വെച്ചിട്ട് ഒരു കാർട്ടൂൺ ശൈലിയിൽ ഒരു കളിയാക്കൽ പോലുള്ള ഒരു ലേഖനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് കാഴ്ചപ്പാട് പേജ്. ഇനി അടുത്തത് നേർക്കാഴ്ച പേജാണ്. ഡൽഹി ഭരിക്കാൻ ഹരിയാനയുടെ പുത്രി. അപ്പോൾ ഡൽഹി ഭരിക്കാൻ വേണ്ടി രേഖാ ഗുപ്ത ഹരിയാനക്കാരിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിയ നേതാവ്. അപ്പോൾ ഷീലാ ദീക്ഷിതിന് ശേഷം ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. സംരംഭകരുടെ വിശദാംശങ്ങൾ രഹസ്യം, സർക്കാരിന് വിവാദപ്പെടി. എണ്ണം കണക്കൂട്ടത് MSME സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം പാലിച്ചു തന്നെ. അപ്പം MSME എന്ന് പറഞ്ഞാൽ മൈക്രോ ഇൻഡസ്ട്രിയാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പം വിജ്ഞാനപ്രകാരം കേന്ദ്ര MSMEകളെ വിഭജിക്കുന്നതിന് പരമാവധി നിക്ഷേപം, പരമാവധി വിറ്റുവരവ്, എങ്ങനെ സൂക്ഷ്മ സംരംഭം എന്നുള്ള ഒരു ഇത് പറഞ്ഞേക്കാണ്. ഡൽഹി ഇന്ദിരാഭവനിൽ AICC ജനറൽ സെക്രട്ടറിമാരുടെയും മറ്റ് ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ ഓഫീസിലേക്ക് ആനയിക്കുന്ന ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആ ഒരു വാർത്തയാണ്. DCCകൾക്കായി പുതു പദ്ധതി, പഴയ പ്രതാപം പുതിയ മുഖം. തീരുമാനം AICC ജനറൽ സെക്രട്ടറിമാരുടെയും ഭാരവാഹികളുടെയും യോഗത്തിൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നേർക്കാഴ്ച പേജിൽ കൊടുത്തിരിക്കുകയാണ്. കേരളത്തിന് വ്യവസായ സൗഹൃദ റാങ്കിംഗ് കേന്ദ്രം നൽകിയിട്ടില്ല. ആ വാർത്തയാണിത്. BJP ചിന്തിച്ചുറച്ച രേഖ. മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ല മുഖ്യമന്ത്രി പദത്തിൽ ഇത്രയും വനിതാ സാന്നിധ്യം. അമിത്ഷായുടെ കയ്യിൽ ഭിന്നതയ്ക്കും കളം. വനിതാ മുഖ്യമന്ത്രിമാരെ സമ്പന്നം. BJPയിൽ വനിതാ മുഖ്യമന്ത്രിമാർ കൂടുന്നു, സ്ത്രീകൾക്ക് കൂടുതൽ ആഭിമുഖ്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞറിയിക്കാനാവില്ല ഈ സങ്കടങ്ങൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ ധർണ. ഭിന്നശേഷി കുട്ടികളും സ്പെഷ്യൽ സ്കൂൾ അധികൃതരും ദുരിതത്തിൽ. ആ ഒരു വാർത്തയാണ്. ഭിന്നശേഷി കുട്ടികളുടെ മരണത്തിൽ ഒരുപാട് അവരെ കൊന്നിട്ട് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവസ്ഥയില്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ അവരെ പുനരധിവസിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. ബിസിനസ് പേജിൽ ഓട്ടോ കൂലി ഇനി നേരിട്ട് നൽകണം. കമ്മീഷൻ മോഡൽ അവസാനിപ്പിച്ച് ഊബർ ഓട്ടോ. അപ്പോൾ ഓട്ടോ കൂലി ഇനി നേരിട്ടാണ് നൽകുന്നത്. ഊബർ വഴി ഓട്ടോറിക്ഷ വിളിക്കുന്നവർ ഇനി ഡ്രൈവർക്ക് നേരിട്ട് ക്യാഷ് ഓപ്ഷൻ പണം നൽകണം. ഇതുവരെ ഊബർ ആപ്പ് വഴിയും പണം അടയ്ക്കാമായിരുന്നു. ഇനി യാത്രയ്ക്കൊടുവിൽ ഡ്രൈവർക്ക് പണമായോ UPI വഴിയോ കൂലി നൽകണം. അതാണ് ഈ വാർത്ത കൊടുത്തേക്കുന്നത്. മറ്റു മാറ്റങ്ങൾ. ഓട്ടോ ഡ്രൈവർക്ക് യാത്രക്കാർ നൽകിയ തുക ഒരു കാരണവശാലും റീഫണ്ട് ചെയ്യാൻ കഴിയില്ല. യാത്രയുടെ ഗുണനിലവാരം, പരാതികൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഊബർ ഇടപെടില്ല. അപ്പോൾ ഊബർ ഇതിൽ നിന്നെല്ലാം മാറി എന്നുള്ളതാണ്. അവസാനിപ്പിച്ച് ഊബർ. യാത്രക്കാർ നടത്തിയ പേയ്മെൻറ്റ് വിവരങ്ങൾ ഊബർ നിരീക്ഷിക്കില്ല. ഊബറിലെ ക്യാഷ് ബാക്ക് അടക്കമുള്ളവ ഓട്ടോ യാത്രകൾക്ക് ഇനി ഉപയോഗിക്കാനാവില്ല. അപ്പോൾ മൊത്തത്തിൽ ഊബർ ഓട്ടോയെ തള്ളി. ഓട്ടോ കൂലി ഇനി നമ്മൾ പഴയ കണക്ക് തന്നെ ഒരവസ്ഥയാണ്. നിക്ഷേപ സംഗമത്തിന് മുന്നേ പരിഷ്കരണം തീർത്ത് കേരളം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ടോപ്പ് അച്ചീവർ അംഗീകാരം ഇക്കൊല്ലവും ലക്ഷ്യം. ബംഗളൂരിൽ ഗൂഗിളിൻ്റെ അനന്തലോകം. ജോലി ചെയ്യാവുന്ന ഗൂഗിളിൻ്റെ 5000-ലേറെ പേർക്ക് ഒരേ സമയം ജോലി ചെയ്യാവുന്ന ഗൂഗിളിൻ്റെ വിശാലമായ ക്യാമ്പസ് അനന്ത എന്ന പേരിൽ മഹാദേവപുരയിൽ പ്രവർത്തനം തുടങ്ങി. ഗൂഗിൾ സെർച്ച്, ഗൂഗിൾ മാപ്പ്, AI, ആൻഡ്രോയിഡ്, ഗൂഗിൾ പേ, ക്ലൗഡ് തുടങ്ങിയവയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുക. സ്വർണം പവന് 64,280 രൂപ, ഗ്രാമിന് 8,035 രൂപ. ഓരോ ദിവസവും സ്വർണ്ണ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. സ്വർണ്ണവില വീണ്ടും 64,000 രൂപയ്ക്ക് മുകളിൽ. അതാണ് വാർത്ത. രാജ്യത്തിന് സമ്പൽ വ്യവസ്ഥ മെച്ചപ്പെടുന്നുവെന്ന് RBI. ആരോഗ്യ ഇൻഷുറൻസ്. കോവിഡിന് ശേഷം ആദ്യമായി വളർച്ച കുത്തനെ കുറഞ്ഞു. മരുന്നിനും വാഹനത്തിന് 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ്. ഫോബ്സ് പട്ടികയിൽ ഇടം പിടിച്ച് ആക്രി ആപ്പ്. പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100.
അതാണ് ഈ വാർത്ത. താഴത്തെ വാർത്ത എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിൽ നിയമവിരുദ്ധ കാര്യങ്ങളും മാർഗരേഖ മുഖ്യമന്ത്രി പ്രകാശിപ്പിച്ചു. കേരള പരീക്ഷാഫലം. കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മനോന്മണിയം സുന്ദരനാർ ഇന്റർനാഷണൽ സെന്റർ ഫോർ ദ്രവീഡിയൻ കൾച്ചറൽ സ്റ്റഡീസ് നടത്തുന്ന പരീക്ഷയുടെ ഫലം വന്ന കാര്യമാണ്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചർച്ചാരേഖ നിർദ്ദേശം നൽകാം. ഹൊറൈസൺ പൈത്തൺ സർട്ടിഫിക്കേഷൻ കോഴ്സ്. പരസ്യമാണ്. പങ്കജ കസ്തൂരി ഹെർബൽ ബാഗിൽ ക്രീം ജൽ വിപണിയിൽ. ഇനി ഓഷ്യനേറിയം സ്ഥാപിക്കാൻ പുതുവൈപ്പിൽ ഭൂമി നൽകും. വർത്തമാനം 11-ാമത്തെ പേജിൽ. ഓഷ്യനേറിയം സ്ഥാപിക്കാൻ പുതുവൈപ്പിൽ ഭൂമി നൽകും. വിവരാവകാശ അപേക്ഷ കമ്മീഷന്റെ തലപ്പത്തെ ഭിന്നത. അനാവശ്യ അപേക്ഷ നൽകുന്നവരെ വിലക്കുമെന്ന് കമ്മീഷണർ തള്ളി മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇനിയിപ്പം വിവരാവകാശം നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്. ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും മങ്ങുകയാണ്. പെൻഷൻ കുടിശ്ശിക 5 മാസം. വാർഡിൽ തളർന്ന് അംഗനവാടി ജീവനക്കാർ. ഇപ്പം അംഗനവാടി ജീവനക്കാർക്കും പെൻഷൻ കൊടുക്കുന്നില്ല. ഇതെന്താണ്? എല്ലാവർക്കും വലിയ വലിയ ആൾക്കാരൊക്കെ കൊണ്ട് പാവപ്പെട്ടവരുടെ പെൻഷനിലും പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിൽ കൈയിട്ട് വരുന്ന ഒരു നയമാണ് സർക്കാർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതൊക്കെ. 6 മാസത്തെ കുടിശ്ശികകൾ അനുവദിച്ച് 1 മാസത്തേത് മാത്രം. കൊള്ളാം. വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവ് സമാപിച്ചു. ആ വാർത്തയാണ്. കർഷക യൂണിയൻ മാർച്ച് നടത്തി. കരാർ ജീവനക്കാരുടെ ആനുകൂല്യം ഉറപ്പാക്കണം. നഷ്ടപരിഹാരം മുന്നറിയിപ്പ് യോഗം നടത്തി. KSEBC മെഡിക്കൽ സർവീസസ് എംപ്ലോയീസ് യൂണിയൻ പ്രതിഷേധം. ജലജീവൻ മിഷൻ കരാറുകൾ ധനം നടത്തി. ചെറിയ വാർത്തകളാണ് ഇതൊക്കെ. കാര്യവട്ടം ക്യാമ്പസിലല്ല സയൻസ് പാർക്കിംഗ് വിളപ്പിൽ ശാലയിൽ ഭൂമി നോക്കുന്നു. അത് കൊള്ളാം. കാര്യവട്ടം ക്യാമ്പസിലല്ല സയൻസ് പാർക്കിന് വിളപ്പിൽ ശാലയിൽ ഭൂമി നോക്കുന്നു. സയൻസ് പാർക്കിന് വിളപ്പിൽ ശാലയിൽ ഭൂമിയുടെ ലഭ്യത പരിശോധിക്കുന്നു. കാര്യവട്ടം ക്യാമ്പസിലെ 100 കോടി രൂപ മതിപ്പ് വിലയുള്ള 10 ഏക്കർ പാർക്കിന് നൽകുന്നത് കേരള സർവകലാശാലയുടെ വികസനത്തെ ബാധിക്കുമെന്ന വാദം പരിഗണിച്ചാണ് മുഖ്യമന്ത്രി മറ്റൊരു സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശിച്ചത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പാണ് ബാഡ് സിറ്റി ഭൂമിയിൽ പാർക്ക് സ്ഥാപിക്കാൻ മുന്നോട്ട് വന്നത്. ഭൂമി പട്ടത്തിന് നൽകാമെന്ന് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തു. കഴിഞ്ഞ ബജറ്റിൽ സയൻസ് പാർക്കിന് 100 കോടി രൂപ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും VC-ക്കും പരാതി നൽകിയിരുന്നു. അപ്പോൾ വിളപ്പിൽ ശാല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. വിളപ്പിൽ ശാലയിൽ സയൻസ് പാർക്ക് നോക്കാൻ വേണ്ടി ഭൂമി നോക്കുന്നു എന്നുള്ള വാർത്തയാണ്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വാർത്തകളൊന്നുമില്ല. അടുത്തത് നമ്മൾ 12-ാമത്തെ പേജിലേക്ക് പോയാൽ വർത്തമാനം പേജ് 12-ാമത്തെ പേജിലേക്ക്. ലോറി ഇടിച്ചു കയറി സ്ത്രീ മരിച്ചു, 5 പേർക്ക് പരിക്കു. നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് പാറ കയറ്റി വന്ന ലോറി. ദാരുണമായ അന്ത്യം. 5 പേർക്ക് പരിക്കും പറ്റി. അപകടത്തിൽ തകർന്ന ഓട്ടോറിക്ഷ. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു കല്ലമ്പലത്ത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികർ മരിച്ചു. എപ്പോഴും വാഹനങ്ങൾ ഓടിക്കുമ്പോഴും റോഡിൽ കൂടെ നടക്കുമ്പോഴും ഒക്കെ വളരെയധികം സൂക്ഷിക്കുക. വാഹനം ഓടിക്കുന്നവരും വളരെ സൂക്ഷിച്ച് ഓടിച്ചു പോവുക, കെയർ ചെയ്ത് പോവുക, മദ്യപിച്ച് ഓടിക്കാതിരിക്കുക. അപ്പോൾ ഇത് ഒബിറ്റുറിയെ നമ്മളിൽ നിന്ന് വിട്ടുപോയവരുടെ ന്യൂസാണിത്. സ്പോർട്സ് കായികം പേജ് 14-ാമത്തെ പേജ്. സ്പോർട്സും. ഇതാ ഇന്ത്യ. അപ്പോൾ ഇന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ മത്സരമാണ്. ടീമിൻ്റെ കരുത്തായി ബാറ്റിങ്ങും ആശങ്കയായി ബോളിങ്ങും. അപ്പോൾ ഇന്ന് ഇന്ത്യയുടെ ആദ്യത്തെ മത്സരമാണ്. അപ്പം കായികം ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ പോയി ഇന്ന് കാണുക. ഇന്ന് സമയം എപ്പോഴാണ്? രാത്രിയിലാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളെല്ലാം രാത്രിയിലാണല്ലോ. ഇന്നലെ പാകിസ്ഥാനും ന്യൂസിലൻഡുമായിരുന്നു കേട്ടോ. കിടലൻ KV സെഞ്ചുറി നേടിയ വില്യങ്ങിനെ അഭിനന്ദിക്കുന്ന ലാദം. ഇന്നലെ കിവീസാണ് ജയിച്ചത്. പാകിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് 60 റൺസ് വിജയമാണ്. പൊരുതാതെ പാകിസ്ഥാൻ ഇന്നലെ തകർന്നടിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രഞ്ജി ട്രോഫി സെമി ഫൈനൽ ഗുജറാത്തിൻ്റെ പഞ്ച്. പ്രിയങ്ക് പഞ്ചാലിന് സെഞ്ചുറി 117. ഗുജറാത്ത് 222. ഒന്നാം ഇന്നിംഗ്സിൽ കേരളം 457 പുറത്ത്. രഞ്ജി ട്രോഫിയെക്കുറിച്ചാണ്. ബയണും സംഘവും പ്രീ ക്വാർട്ടറിൽ. ഇഞ്ചുറി ടൈമിൽ ബയൺ മ്യൂണിക്കിൻ്റെ സമനില ഗോൾ നേടിയ അൽഫോൺസോ ഡേവിസിൻ്റെ ആഹ്ലാദം. അതാണ്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വാർത്തയാണ്. വിജയവഴിയിൽ ഡൽഹി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വോറിയേഴ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 7 വിക്കറ്റ് വിജയം. UP ഉയർത്തിയ 167 റൺസ് വിജയലക്ഷ്യം. 3 വിക്കറ്റ് നേട്ടത്തോടുകൂടി അവർക്ക് മറികടക്കാൻ കഴിഞ്ഞു. കേരളം ഫൈനൽ സാധ്യതകൾ ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു വാർത്തകളാണ്. ISL മുംബൈ സിറ്റി ഹൈദരാബാദ് സമനില ഒരു വാർത്തകളാണ്. കായികം പേജിൽ ഗിൽ ഒന്നാമൻ. മുകളിൽ നോക്കിയില്ല. ഗിൽ ഒന്നാമൻ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഏകദിന ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തി ഇന്ത്യയുടെ താരം ശുഭ്മാൻ ഗിൽ.
ഷുംഭാൻ അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. ICC ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ശുംഭൻ ഗിൽ. അടുത്തതായി പടിപ്പുര പേജാണ്. പടിപ്പുരയുടെ അവസാനം കുട്ടികൾക്കായിട്ടുള്ളതാണ് പടിപ്പുര. കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രിയാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. കെമിസ്ട്രി SSLC ആണ്. SSLCയുടെ ഇലക്ട്രോ കെമിസ്ട്രി യൂണിറ്റ് 3 ആണ്. കുട്ടികളൊക്കെ അതായത് പരീക്ഷയ്ക്ക് മുമ്പാണ് കുട്ടികളെടുത്ത് നോക്കുക. കെമിസ്ട്രി ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഇതൊക്കെ നോക്കണം കേട്ടോ. കാട്ടാനക്കലി പീച്ചിയിലും അനുഭവം തേടിപ്പോയ ആൾ കാട്ടാനാക്രമണത്തിൽ മരിച്ചു. PSC ശമ്പള വർധന അംഗീകരിക്കാനാവില്ല VD സതീശൻ. 2012 നിക്ഷേപകരെ ഓടിച്ചവർക്ക് ഇപ്പോൾ മനംമാറ്റം K സുധാകരൻ. വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞ് 3 കോളേജ് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. മരിച്ച നാർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികൾ. ഉദ്ഘാടന ദിവസം ബാറിലെ അളവിനെ ചൊല്ലി സംഘർഷം. സ്മോൾ തർക്കം ലാർജ് അടി. ഇനിയിപ്പം മദ്യം ഒഴുകുകയാണ് നമ്മുടെ നാട്ടിലേക്ക്. ചൂരൽമല പാലം നിർമ്മിക്കാൻ 35 കോടിയുടെ പദ്ധതി. 5 വർഷമായി ശമ്പളം കിട്ടാത്ത അധ്യാപിക ജീവൻ ഒടുക്കിയ നിലയിൽ. കട്ടിപ്പാറ കോഴിക്കോട് കൊള്ളാം. അപ്പം അവസാന പേജ് വർത്തമാനം പേജിലെ അവസാനത്തെ പേജാണ് നമ്മളെടുത്തത്. CPM സംസ്ഥാന സമ്മേളനം ജാഥകൾ മാർച്ച് 1 തുടങ്ങും. ക്ഷേത്രത്തിൽ അക്രമം, പ്രതി അറസ്റ്റ്. യുവാവിന് മർദ്ദനം, 4 പേർ അറസ്റ്റിൽ. കഴക്കൂട്ടം കാറിന് പോകാൻ സ്ഥലം കൊടുത്തില്ലെന്ന് ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിലായി. മാർപ്പാപ്പയുടെ രോഗശാന്തിക്കായി ശിവഗിരി മഠത്തിൽ പ്രാർത്ഥന നടത്തി. കാപ്പ കേസ് പ്രതിയെ ജയിലിലേക്ക് മാറ്റി. നാവികസേന വിവരം ചോർത്തിയ കേസിൽ മലയാളി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അപ്പം ഇതാണ് വധശ്രമ കേസ്. പ്രതി പിടിയിൽ. നല്ല പ്രായം. കൂർക്കം വലിച്ചാണ് ഉറക്കം. അപ്പോൾ സ്ലീപ്പ് അപ്നിയയെ സൂക്ഷിക്കുക. അപ്പോൾ കൂർക്കം വലിച്ചുറങ്ങുന്നവരൊക്കെ സൂക്ഷിക്കുക. ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിൻ്റെ ലക്ഷണമാണ് കൂർക്കം വലി എന്നുള്ളതാണ് പറയുന്നത്. മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവും മൂക്കിലെ ദശവളർച്ചകൾ, വലിയ ടോൺസിൽസ്, അണ്ണാക്കിൻ്റെയോ ചെറുനാക്കിൻ്റെയോ മുഖത്തെ എല്ലുകളുടെയോ ഘടനപരമായ വ്യത്യാസങ്ങൾ തുടങ്ങിയവ കൂർക്കം വലിക്ക് കാരണമാകാം. ചിലപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ OSA ലക്ഷണമാകാം കൂർക്കം വലി. അപ്പം അതിനെക്കുറിച്ചാണ് സ്ലീപ്പ് അപ്നിയ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ക്ഷീണവും തളർച്ചയും ഉന്മേഷക്കുറവും അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ രാവിലെ തലവേദനയുണ്ടോ? പകൽ സമയത്ത് എളുപ്പത്തിൽ ഉറങ്ങാറുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സ്ലീപ്പ് അപ്നിയ ഉണ്ടെന്ന് തിരിച്ചറിയാം. അപ്പോൾ അതനുസരിച്ച് നോക്കുക കേട്ടോ. വയസ്സുകാലത്ത് ഇവർ കോടതി കയറുന്നത് എന്തിന്? 76-ാം വയസ്സിൽ CK വിശ്വംഭരനും 65-ാം വയസ്സിൽ കോട്ടണിഞ്ഞ യുവ അഭിഭാഷകൻ 65-ാം വയസ്സിൽ KJ റാഫിയും വക്കീൽ കോട്ടണിഞ്ഞ് യുവ അഭിഭാഷകരായി കോടതിയിലെത്തും. വയസ്സായാൽ എങ്ങനെ ജീവിക്കണം എന്ന അന്യരുടെ ഉപദേശത്തിൻ്റെ ഫ്യൂസൂരി വിശ്വംഭരനും നടപ്പിൻ്റെ കണക്കൂട്ടുകളിൽ തെറ്റിച്ച് റാഫിയും അങ്ങനെ നല്ല പ്രായം ആസ്വദിക്കാൻ ഒരുങ്ങുകയാണ്. ഓർമ്മശക്തി കൂടും, ആരോഗ്യം വേഗക്ഷയിക്കില്ല, തലച്ചോറിനെ സജീവമാക്കി നിർത്താം, വീട്ടിൽ ഒറ്റപ്പെടലും ഉണ്ടാകില്ല, പുതിയ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പുതുമ തോന്നും, ഒരു ആൻറ്റി ഏജിങ് അനുഭവം സമ്മാനിക്കും. അതാണ് ഈ പ്രായത്തിലെ പഠനം കൊണ്ട് മെച്ചം. അപ്പം വയസ്സെന്ന കാലത്ത് പഠിക്കാനായിട്ട് പഠനം അവർ പൂർത്തിയാക്കി. ഫസ്റ്റ് ക്ലാസ്സോട് റെഗുലർ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഫസ്റ്റ് ക്ലാസ്സോട് പഠനം പൂർത്തിയാക്കിയത് 2019 തൃശ്ശൂർ ലോ കോളേജിൽ നിന്ന്. അപ്പോൾ എന്നിട്ട് ഒരു വക്കീലാവാനായിട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. കൊള്ളാം. കാർഷിക രംഗം. കരിമ്പിൽ പറ്റിയ പൂമ്പാറ്റ. അപ്പോൾ അതിൻ്റെ ഒരു കാർഷിക രംഗത്തിൻ്റെ ഒരു വാർത്തയാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വാർത്തകൾ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ പുതിയ വാർത്തയും പുതിയ പത്രവുമായിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.